ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 6:30 സമയം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമുക്കിന്ന് പോകാനുള്ളതെന്ന് വെച്ചാൽ കോഴിക്കോടേക്ക് പോകാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബാംഗ്ലൂർ വീട്ടിൽ യൂസ് ചെയ്ത കുറേ സാധനങ്ങൾ, പിന്നെ ഡ്രസ്സ്, ഹൗസ് ഹോൾഡ് ഐറ്റംസൊക്കെ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണൂരൊക്കെ അയക്കാൻ പറ്റാത്തതുകൊണ്ട് കാലിക്കറ്റ് അയച്ചത്. ഞാനെന്ന് വെച്ചാൽ കുറേ കർവ് കമ്പനിയോട് ചോദിച്ചു നോക്കി. അപ്പോൾ എൻക്വയറി ചെയ്തപ്പോൾ ഭയങ്കര റേറ്റ് ആവും, ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ അത്രയും കുറച്ച് ഐറ്റംസേ ഇല്ലു, പക്ഷേ അത്രയും റേറ്റ് കൊടുക്കൽ നമുക്ക് നഷ്ടമാണ്. അങ്ങനെ എനിക്ക് ഒരു റീറോം എന്ന് പറഞ്ഞ ലോജിസ്റ്റിക്സ് കമ്പനിയാണ് റേറ്റ് നല്ല റേറ്റ് തന്നത്. അപ്പോൾ അവർ ഇന്ന് അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 10 മണിക്കാണ് എത്താൻ പറഞ്ഞത്. നമ്മൾ കോഴിക്കോട് എത്തി. അപ്പോൾ നമ്മൾ ടൗണിലേക്ക് കയറിയാണ്. ടൗണിലെത്തി പിന്നെ നേരെ നമ്മളെ സാധനം അവരെ പിക്കപ്പിൽ നിന്ന് ഡയറക്റ്റ് ലോഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ സാധനം ലോഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഫുള്ള് ലോഡ് ചെയ്ത് കാറിൽ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരെ പോയത് റഹ്മത്ത് ഹോട്ടലാണ്. ഫേമസ് ആയ ഹോട്ടലാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് ടൈമായിട്ട് പോകുന്നത്, എങ്ങനെയുണ്ടെന്ന് നോക്കണം. അത് മാർക്കറ്റിൻ്റെ അടുത്താണ്. നമുക്ക് അവിടെ നിന്ന് കുറച്ചേ പോകാണ്ടായിട്ടുള്ളൂ. പറഞ്ഞെന്താ വേണ്ട? അപ്പോൾ നമ്മൾ റഹ്മത്ത് നിന്ന് ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നേരെ അടുത്തൊരു പാർക്കുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നേരെ നാട്ടിലേക്ക് പോകാമെന്ന് വെച്ച്. എന്ന് വെച്ചാൽ പിന്നെ വേറെ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവിടെ ഭയങ്കര പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ കുറേ ലേറ്റാവും. 4 കിലോമീറ്റർ ഓടാനുണ്ടായിരുന്നു. അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, സരോവനം പാർക്ക് എന്ന് പറഞ്ഞിട്ട്. സരോവരം എന്ന് പറഞ്ഞ പാർക്കാണ് കേട്ടോ. സിറ്റിക്ക് അകത്ത് തന്നെ ഫുള്ളും മറ്റേ ട്രീസൊക്കെ ഉള്ള പാർക്കാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വെച്ച്. ഏകദേശം ഇവിടെ വന്നല്ലേ, ഏകദേശം അടുത്തു വന്ന് നമുക്ക് അത്ര പോകാൻ ഒരു 5 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യാനേ ഇല്ലൂ എന്നാണ് ഗൂഗിൾ മാപ്പിൽ കണ്ടത്. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ വണ്ടി കൊണ്ട് നേരെ അവിടത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ കയറിയിട്ട് ഞാൻ ബാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് സരോവരം പാർക്കിലേക്ക് പോകുന്ന വഴിയാണ്. മറ്റേ ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്ത് ഇതാണ് സരോവരം പാർക്ക്. പാർക്കാണ്. അപ്പോൾ കുറേ ട്രീസ് ഉണ്ടാവാൻ സാധ്യത, ഫുള്ള് ട്രീസാണ് തോന്നുന്നത്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് കയറി. നമ്മൾ സരോവരം പാർക്കിൽ കയറിയപ്പോൾ കാഴ്ചയാണ് കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഫുള്ളും മരങ്ങളാണ്. ഫോറസ്റ്റിൻ്റെ അകത്ത് പോയ ഒരു ഇതായില്ല, നമ്മൾ സിറ്റീൻ്റെ അകത്തുനിന്ന് നല്ല രസമുണ്ടാവും. ബാംഗ്ലൂരെല്ലാം കാണുന്ന പോലത്തെ അടിപൊളി പാർക്ക്. ഉള്ളിൽ കയറിയതേ ഇല്ലു, ഉള്ളിൽ കയറിയിട്ടൊന്ന് കുറേ നോക്കണം. കുറേ മാവുണ്ട് കേട്ടോ. പ്രാക്ടീസ് ചെയ്യുന്നേ കണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള എന്തോ സംഭവമുണ്ട്. ഫുള്ള് നമ്മൾ ഫോറസ്റ്റ് പോകുന്ന ഫീലിംഗ് ആണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഫോറസ്റ്റാണ്, നോക്കണം. ഇവിടെ ഇങ്ങനെ കുറേ പാറന്നിരിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ ഓരോ ഏരിയയിൽ. പിന്നെ ഇത് ഫുള്ളും കാടാണ്. മറ്റേ സീവീഡിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ പാർക്കിലൂടെ ഞാൻ നടക്കുകയാണ്. പാർക്കിൽ ഫുള്ളും കാടാണ്, നല്ല രസമുണ്ട്. ഫുൾ കാടാണ്. ആ വന്ന വഴിയെല്ലാം നല്ല നീറ്റാണ്, പക്ഷെ പാമ്പുണ്ടാവുമെന്ന് തോന്നുന്നു. സൂക്ഷിച്ച് നടക്കണം. ഫുഡിൻ്റെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. താഴെ വെള്ളമുണ്ട്, നീര്.
അങ്ങനെ നമ്മൾ സരവരം പാർക്കിൽ നിന്ന് ഇറങ്ങി നേരെ കോഴിക്കോട് നിന്ന് വിട്ട് നേരെ ഹൈവേയിൽ കയറി പിന്നെ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ ഓടി നമ്മൾ ടോളെത്തി, മാഹി ടോളും കൊടുത്ത് നേരെ കണ്ണൂർ കയറണം. ബ്ലോക്ക് ഉണ്ടോയെന്ന് അറിയില്ല കണ്ണൂർ. അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോക്കണം അത്ര ബ്ലോക്ക് ഉണ്ടോ എന്താ അവസ്ഥ എന്ന്. മറ്റേ നമ്മളെ നാട്ടിലേക്ക് എത്തി, കുറേ ഓടിയിട്ട് അങ്ങനെ നാടെത്തി. പിന്നെ അത്യാവശ്യം ചെറിയ ബ്ലോക്ക് ഉണ്ടായിന്. അപ്പോൾ നമ്മൾ സാധനമെല്ലാം അതിന് വീട്ടിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്ന സാധനം. ഇത് ഫുള്ളാണ്, വണ്ടി ഫുള്ള് സാധനമാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്നു വീട്ടിൽ. അപ്പോൾ ഇനി ഞാൻ അടുത്ത വ്ളോഗായിട്ട് ഇനിയും വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതിന് എല്ലാവരോടും താങ്ക്സ്.